Subhanallah, alhamdulillah, la ilaha illallah. Subhanallah, alhamdulillah, la ilaha illallah. In today's fast world, two silent dangers are stealing our time: health and future. Misuse of mobile phones and addiction to drugs. Both start small, just one more reel or just try once, but they can become big addictions that harm studies, family, body and mind. Today, our talented students from grade 6 to 9 will present a powerful tableau to show these dangers in a fun yet serious way. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബമെന്നത് ഇന്നലെയുടെ പഴങ്കഥകൾ. തൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുന്നതും തൻ്റെ പോസ്റ്റുകൾക്ക് ലൈക്കടിക്കുന്നതുമൊക്കെയായി ബന്ധങ്ങളുടെ മാനദണ്ഡങ്ങൾ മാറിക്കഴിഞ്ഞു. ലോകത്തിൻ്റെ മറുഭൂഖണ്ഡത്തിൽ കഴിയുന്ന തൻ്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ടിന് തലവേദന വരുമ്പോൾ കണ്ണീരൊഴുക്കുന്ന ഇമോജികളുമായി ദുഃഖം പങ്കുവെക്കുന്നവർ സ്വന്തം വീടകങ്ങളിൽ കഴിയുന്ന കൂടപ്പിറപ്പുകളുടെ ദീനം കാണാതെ പോകുന്നു. തീന്മേശകളിൽ വിഭവങ്ങൾ കുറഞ്ഞിരുന്ന കാലഘട്ടത്തിൻ്റെ പങ്കുവെക്കലുകളുടെ ഊഷ്മളതകൾ ഇന്നിൻ്റെ ഡൈനിങ് ടേബിളുകളിൽ സൊമാറ്റോ, സ്വിഗ്ഗികൾ കൈയടക്കിയപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ വിർച്വൽ ലോകത്ത് വിഹരിക്കുമ്പോൾ കുടുംബസംഗമങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോയിരിക്കുന്നു. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒത്തുചേരലിൻ്റെ, പങ്കുവെക്കലിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് നമുക്ക് നമ്മളുടെ കുടുംബങ്ങളെ കൂട്ടിയിണക്കാം. സഹജീവികളോടുള്ള സ്നേഹവും അനുതാപവുമൊക്കെ നമ്മുടെ മക്കൾ കുടുംബങ്ങളിൽ നിന്ന് തന്നെ പഠിക്കട്ടെ. ക്ലാസ് മുറികളുടെ 4 ചുമരുകൾ A+B എന്ന സമവാക്യങ്ങൾ ഉരുവിട്ടു പഠിപ്പിക്കാൻ വേണ്ടിയുള്ളത് മാത്രമല്ല എന്നും തന്നോടൊപ്പം വിദ്യ നുകരുന്ന വിദ്യാലയ പൂവാടിയിലെ മറ്റു കൂട്ടുകാരെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ ചേർത്തു പിടിക്കുന്നതിനും അവൻ്റെ സന്തോഷ സന്താപങ്ങളിൽ പങ്കുചേരാനുള്ള ഉത്തമ പാഠശാല കൂടിയാണ് ക്ലാസ് മുറികൾ എന്നുള്ള കാര്യം ഇന്നിൻ്റെ മക്കൾ മറന്നിരിക്കുന്നു. അല്ലെങ്കിൽ അവ ശരിയാം വണ്ണം പകർന്നു നൽകുവാൻ നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് സാധിക്കുന്നില്ല എന്നാണോ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്നതുപോലെയുള്ള വരികളിലൂടെ കൊല്ലുന്നതും കൊല്ലിക്കുന്നതും ഒപ്പം വയലൻസിനെ എൻ്റർടൈൻമെൻറ്റായി കാണുന്ന ആധുനിക യുവത്വം സഹപാഠിയുടെ ദേഹത്ത് മുറിവുകളുണ്ടാക്കി ആർത്തലച്ച് ചിരിക്കുന്ന ക്രൂരമായ റാഗിംഗ് പോലെ കലാപരിപാടികൾ ആഘോഷമാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ആ നല്ല വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമുക്ക് തിരിഞ്ഞു നടക്കാം. ഊഷ്മളമായ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കാം. സ്വതന്ത്ര ലിബറൽ ചിന്തകളും മലീമസമായ സാമൂഹിക അന്തരീക്ഷങ്ങളും സർവ്വവിധ തന്നിഷ്ടങ്ങൾക്കും വകവച്ചു കൊടുത്തപ്പോൾ ലഹരിയുടെ കരാളഹസ്തങ്ങൾ യുവത്വത്തെ കാർന്നു തിന്നു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെന്നാണ് നാം കണ്ണു തുറക്കുക? നൊന്തുപറ്റ മാതാവിൻ്റെ സ്ഥാനവും സഹോദരിമാരുടെ മഹത്വവും ലഹരിയുടെ പുകമറകൾ മായ്ച്ചു കളഞ്ഞപ്പോൾ മനുഷ്യത്വം പോലും മരവിച്ചു പോകുന്ന വാർത്തകൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സംവിധാനങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കാം. വളർന്നു വരുന്ന നമ്മളുടെ തലമുറയെ ലഹരിയുടെ പിടിയിൽ അമരുന്നതിൽ നിന്നും മോചിപ്പിക്കാനായി ഒന്നായി കൈകോർക്കാം. ആയിരക്കണക്കിന് മാതാക്കളുടെയും കുടുംബങ്ങളുടെയും കണ്ണീരൊപ്പാം. വളർന്നു വരുന്ന തലമുറയെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസൃതമായി കയറൂരി വിടാതെ അവരെ സ്നേഹ, സ്വാന്തന സംസ്കരണങ്ങളിലൂടെ ചേർത്ത് പിടിക്കാം. ലഹരിയുടെ പടുകുഴികളിൽ നിന്ന് അവരെ കരകയറ്റാം.